പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുമസിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും കൃപകളും സമാധാനവും ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ നേരുകയാണ്, ആശംസിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ക്രിസ്തുമസിന്റെ സമാധാനവും സന്തോഷവും നിറച്ച് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് എല്ലാവർക്കും ക്രിസ്തുമസിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഒരിക്കൽ കൂടി അച്ഛൻ നേരുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഏറ്റവും താഴ്ന്നിറങ്ങി ദാസന്മാരിൽ ദാസനായി എളിമയുടെ അഗാധങ്ങളിൽ അങ്ങ് ദിവ്യ കാരുണ്യമായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച പുണ്യദിനത്തിന്റെ ഈ ക്രിസ്മസിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ മക്കളായ ഞങ്ങളെ തന്നെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് അങ്ങയെ സ്വീകരിച്ച് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ ദിവസങ്ങളിലൊക്കെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, അങ്ങയെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത, അങ്ങയെ സ്വന്തമാക്കേണ്ടതിന്റെ ആവശ്യകത, അങ്ങയെ കൂടാതെ ജീവിക്കാൻ പറ്റാത്തതിന്റെ കാരണം ദൈവിക ജീവന്റെ സമൃദ്ധി ലഭിക്കാതെ പോയാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ജഡികാസക്തി, മാംസേച്ഛ, ലോകാരൂപി, അതിലൂടെ കടന്നു വരുന്ന പൈശാചിക ശക്തികളും അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ, അന്ധകാരം നിറഞ്ഞ ലോകത്തില് പ്രകാശതാരം പോലെ അങ്ങ് പിറന്നു വീണു, അങ്ങ് ജനിച്ചു. അങ്ങയുടെ സാന്നിധ്യം ലോകത്തിന് പ്രകാശം നൽകി, ലോകത്തിന് രക്ഷ നൽകി. അങ്ങയെ സ്വീകരിക്കേണ്ട പോലെ സ്വീകരിച്ച്, കർത്താവെ അങ്ങയെ സ്വന്തമാക്കേണ്ട പോലെ സ്വന്തമാക്കി. അങ്ങയുടെ മക്കളായി ഞങ്ങൾ അങ്ങയിൽ ജീവിക്കട്ടെ, അങ്ങയിലായിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. വഴിതെറ്റി പോയ മക്കള്, കുദാശയില്ലാതെ ജീവിക്കുന്ന മക്കള്, ജഡികാസക്തി കടിമപ്പെട്ടു പോയ മക്കള്, ലോകാരൂപി കടിമപ്പെട്ടു പോയ മക്കള്, ഞങ്ങളുടെ മക്കൾ അങ്ങനെയൊക്കെ അനുസരണക്കേട് കാണിച്ച് ലഹരിയുടെ പിന്നാലെ, കൂട്ടുകെട്ടിന്റെ പിന്നാലെ, മറ്റ് ലോകത്തിന്റെ സുഖഭോഗത്തിന്റെ പിന്നാലെ എല്ലാം പോകാനുള്ള കാരണം സ്വയെ അങ്ങ് ഞങ്ങളുടെ മക്കളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ല, ഞങ്ങളുടെ മക്കള് അങ്ങേ വിട്ടുപോയതുകൊണ്ട്. ഈശോയെ, ഞങ്ങളിതാ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയാൽ നിറയപ്പെടാൻ, അങ്ങയെ സ്വന്തമാക്കാൻ ഞങ്ങളുടെ മക്കളെ അങ്ങ് പ്രേരിപ്പിക്കണമേ. ഈശോയെ, അങ്ങ് തന്നെ ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു ചെല്ലണമേ. അങ്ങ് കൃപ ചൊരിയണമേ, അങ്ങ് ശക്തിപ്പെടുത്തണമേ, അങ്ങ് സഹായിക്കണമേ, അങ്ങ് പ്രേരിപ്പിക്കണമേ. അങ്ങയുടെ വലിയ ശക്തിയാൽ ഞങ്ങളുടെ എല്ലാ മക്കളെയും അവിടുന്ന് നിറച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ രക്ഷയാണ്, അങ്ങ് ഞങ്ങളുടെ ജീവനാണ്, അങ്ങ് ഞങ്ങളുടെ സൗഖ്യമാണ്. അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. അങ്ങാകുന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ പണിയപ്പെടണം. അതിനുവേണ്ടി കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജോലി, ബിസിനസ്, പഠനം, ഞങ്ങളുടെ കുടുംബജീവിതം, എന്റെ പൗരോഹിത്യം, കാർമൽ ധ്യാന കേന്ദ്രം, ശുശ്രൂഷകര്, നാനാജാതി മതസ്ഥര്, സഭാ സംവിധാനങ്ങള്, കർത്താവെ, പ്രത്യേകിച്ചും ഞങ്ങളെല്ലാ രൂപതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രൂപതയിലെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനം, സന്തോഷം, സ്നേഹം, ക്ഷമ എല്ലാം നൽകി ഞങ്ങളുടെ ഇടവകകളെ, രൂപതയെ, സഭയെ, കർത്താവെ, ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങ് ആശംസിച്ച സമാധാനം എല്ലാ മക്കളും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ്, ക്രിസ്മസ് ദിനത്തിന്റെ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, സഭ മുഴുവനിലേക്കും ലോകം മുഴുവനിലേക്കും, പ്രത്യേകിച്ചും സമാധാനം നഷ്ടപ്പെട്ടു പോയ ലോകരാജ്യങ്ങള്, കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങള്, ഭീകരപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങള്, അനേക മക്കളെ കൊന്നൊടുക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പൈശാചിക ശക്തികള്, കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കല്ലാതെ സമാധാനം നൽകാൻ ആർക്കുമാകില്ല, മറ്റൊരു ദൈവത്തിനുമാകില്ല. കൊല്ലാനും നശിപ്പിക്കാനും പറയുന്ന ദൈവം പിശാചാണ്. കർത്താവേ, സ്നേഹിക്കാനും ക്ഷമിക്കാനും ജീവൻ നൽകാനും വേണ്ടി വന്ന അങ്ങയുടെ ആ വലിയ കാരുണ്യം, അതാണ് സത്യദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യം. അതനുഭവിക്കട്ടെ, ലോകത്തിന് അത് അനുഭവവേദ്യമാക്കി
കർത്താവെ കൊടുക്കാൻ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായും ലോകം മുഴുവനെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, രണ്ട് കാര്യങ്ങൾ ക്രിസ്മസ് ദിനത്തില് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തില് ഈശോയുടെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്: അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ്, 7-ാമത്തെ വചനം 2:7, അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. നമ്മൾ ഇന്നലെ കണ്ടു, പുൽത്തൊട്ടി എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു പാത്രമാണ്. അപ്പമാകുന്ന, നമുക്ക് യഥാർത്ഥമായ വിരുന്നിന്റെ ഭക്ഷണമാകുന്ന ഈശോയെ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട് ഇതാ കർത്താവ് പിതാവായ ദൈവം നമ്മോട് ഇന്ന് വലിയ കരുണ കാണിച്ചിരിക്കുന്നു. ക്രിസ്മസ് ദിനത്തില് ആ ഒരു വലിയ സന്ദേശം നമ്മൾ സ്വീകരിച്ച് അതുപോലെ ഈശോയെ സ്വീകരിക്കുവാൻ നമുക്കിടയാകട്ടെ. മാലാഖമാര് ഈശോയുടെ ജനനം അറിയിച്ചുകൊണ്ട് ആട്ടിടന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവമുണ്ട്. നമുക്കറിയാം 2-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനം. അവിടെ ഇങ്ങനെയാ പറയുന്നത്: അവരാകപ്പാടെ പേടിച്ചു, മാലാഖമാരെ കണ്ട് ഇടയന്മാര്. കർത്താവിന്റെ ദൂതന്മാർ പറയാം, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിന് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പിന്നെ ഈശോയുടെ ജനനത്തെ കുറിച്ച് പറയാം, സകല ജനതകൾക്ക് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. നമ്മുടെ ഈശോ ദിവ്യകാരുണ്യനാഥൻ, ആ കർത്താവിനെ സ്വീകരിക്കാൻ സകല ജനതകൾക്കും, ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ഈ ലോകത്തിലെ സകല ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത അതാണ് നമ്മുടെ കർത്താവ്. പാപം നീക്കുന്ന, മോചിപ്പിക്കുന്ന, പിശാചിന്റെ ആധിപത്യം അവസാനിപ്പിക്കുന്ന, ലോകാരൂപിയെ തകർത്തെറിയുന്ന യഥാർത്ഥമായ രാജ്യം സംസ്ഥാപിതമാക്കി സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, വിശുദ്ധിയുടെ, ഐക്യത്തിന്റെ വലിയൊരു രാജ്യം സംസ്ഥാപിതമാക്കുന്ന സമാധാന ദാതാവാണ് ഈശോ. ജീവൻ നൽകുന്നവനാ ഈശോ. അതുകൊണ്ട് സമാധാനം വേണോ? 2-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തില് മാലാഖമാര് വീണ്ടും ആശംസിക്കുന്നുണ്ട്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭൂമിയിൽ സമാധാനം വേണോ? അതാർക്കാണ്? ദൈവ കൃപ ലഭിച്ചവർക്ക്. ഈ കൃപയാണ് മക്കളെ നമ്മൾ പലവട്ടം കണ്ടു. ഈ കൃപയാണ് ഈശോയിലൂടെ നൽകുന്നത്. ഈ കൃപ തരാൻ മറ്റൊരു ദൈവത്തിനും പറ്റില്ല, മറ്റൊരു സംവിധാനത്തിന് പറ്റില്ല, ജോലിക്ക് പറ്റില്ല, സമ്പത്തിന് പറ്റില്ല, രാഷ്ട്രീയത്തിന് പറ്റില്ല, രാജ്യ നേതാക്കന്മാർക്ക് പറ്റില്ല, ഒരു ലീഡർസിനും ആർക്കും പറ്റില്ല. കൃപ നൽകാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റൂ. യോഹന്നാൻ പറഞ്ഞില്ലേ, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൃപയ്ക്കുമേൽ കൃപ. ഈ കൃപ നൽകുന്ന, കൃപ തന്നെയാകുന്ന, ജീവൻ നൽകുന്ന, ജീവൻ തന്നെയാകുന്ന യേശുവിനെ അതുപോലെ സ്വീകരിച്ച് ഈ ക്രിസ്മസ് ദിനത്തില് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാം. കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംതൃപ്തരായി, ജീവന്റെ സമൃദ്ധി, കൃപയുടെ സമൃദ്ധി അത് നിറഞ്ഞാൽ പിന്നെ ജഡികാസക്തിയില്ല, ജഡത്തിൻ്റെതായ ഒരു സ്വഭാവങ്ങളും നമ്മെ കീഴ്പ്പെടുത്തില്ല. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, അനുസരണക്കേട്, ജഡികാസക്തി, ദുശീലങ്ങള്, തർക്കദോഷങ്ങള്, അടിമത്തങ്ങള്, ബന്ധനങ്ങള്, ആസക്തികള്, ഇതൊന്നും പൈശാചികമായോ ജഡികമായോ ലോകാരൂപിയുടേതായോ നമ്മെ സ്വാധീനിക്കാനോ തകർക്കാനോ കഴിയില്ല. അതുകൊണ്ട് സകല ജനപദങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷ ഈ കർത്താവിലൂടെ മാത്രമുള്ളൂ. അതുകൊണ്ട് ഈ കൃപ ലഭിച്ചവർക്കാണ് സമാധാനം. ഇതാണ് ക്രിസ്മസിന്റെ ഏറ്റവും ചെറിയ സന്ദേശം. നമുക്ക് ഉൾക്കൊള്ളാം, ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ സ്വീകരിക്കാം. നമുക്ക് ഈശോയോട് പറയാം, കർത്താവേ, അങ്ങയിലൂടെ നൽകപ്പെട്ട കൃപ എന്നിലേക്ക്, എന്റെ മക്കളിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക്, അന്ധകാരത്തിന്റെ അവസ്ഥയിലേക്ക്, രോഗപീഠകളിലേക്ക്, എല്ലാ തടസ്സങ്ങളിലേക്ക്, പൈശാചിക പീഠകളിലേക്ക് അങ്ങയുടെ കൃപ, ആ കൃപയുടെ സമൃദ്ധി അങ്ങ് ചൊരിയണം, അങ്ങ് നിറയ്ക്കണം. പ്രാർത്ഥിക്കും. ദിവ്യകാരുണ്യശോയെ, അങ്ങ് ജീവൻ നൽകാൻ വേണ്ടി വന്ന കർത്താവ്, ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി വന്ന കർത്താവ്, അതിനുവേണ്ടി കൃപയുടെ സമൃദ്ധി ഞങ്ങളിലേക്ക് ചൊരിയുന്ന കൃപയുടെ പൂർണ്ണതയാണ്. അങ്ങയുടെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ ഈശോ ഞങ്ങളിലേക്ക് ചൊരിയണമേ, ഞങ്ങളുടെ മക്കളിലേക്ക് ചൊരിയണമേ. അനുസരണമില്ലാത്ത മക്കള്, വഴുതിറ്റുപോയ മക്കള്, ഈ ക്രിസ്മസിൽ പോലും ഒന്നൊരുങ്ങി കുമ്പസാരിച്ച് അങ്ങയെ സ്വീകരിക്കാൻ പറ്റാത്ത മക്കള്, അതായത് ഞങ്ങൾ അങ്ങയോട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുണയ്ക്കായി യാചിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയെ വേണം, അങ്ങയുടെ കൃപ വേണം.
കർത്താവ് കൃപ ചൊരിഞ്ഞ് അങ്ങയുടെ കൃപയിലേക്ക് തിരിയാൻ അങ്ങയുടെ സഹായം വേണം കർത്താവെ. കർത്താവ് വിശ്വാസം വഴി കൃപയാലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് എഫേസ്യർക്കാർക്ക് ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വചനത്തില് കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. വിശ്വാസം വഴി കൃപയാൽ കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൃപയുടെ അഭിഷേകം അങ്ങ് നൽകണം. അങ്ങ് തരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈശോയെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ജനനത്തിലൂടെ അങ്ങ് നൽകുന്ന കൃപയുടെ ആ ജീവൻ, അതിന്റെ കൃപയുടെ ആ വലിയ രക്ഷ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ വൈദികരിലേക്ക്, ഞങ്ങളുടെ സന്യസ്തരിലേക്ക്, സഭാപിതാക്കന്മാരിലേക്ക്, അഭിവന്യ പിതാക്കന്മാരിലേക്ക്, കത്തോലിക്ക തിരുസഭയിലേക്ക്, നാനാജാതി ക്രൈസ്തവ സമൂഹങ്ങള്, നാനാജാതി മതസ്ഥരിലേക്ക്, വ്യത്യസ്തങ്ങളായ സഭാ സമൂഹങ്ങള്, കർത്താവ്യ മതവിഭാഗങ്ങള്, എല്ലാ മക്കളിലേക്കും, എല്ലാ നാനാജാതി മക്കളിലേക്കും കർത്താവേ ഈ കൃപ ഒഴുകട്ടെ. ക്രിസ്മസിന്റെ സന്ദേശം, സമാധാനത്തിന്റെ സന്ദേശം അങ്ങയുടെ കൃപയാൽ, ജീവന സമൃദ്ധിയാൽ ലോകം മുഴുവനും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കാം. മക്കളെ, നമ്മുടെ യുവമക്കള്, നമ്മുടെ കുഞ്ഞുമക്കള് ഈ കൃപയാൽ നിറഞ്ഞ് യഥാർത്ഥമായ സമാധാനവും രക്ഷയും കൈവരിക്കട്ടെ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ അവസാനിക്കട്ടെ, അന്ധകാരം മാറിപ്പോകട്ടെ, പ്രകാശം നിറയട്ടെ, ജീവൻ നിറയട്ടെ, കൃപ നിറയട്ടെ, രക്ഷ പ്രാപിക്കട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ, നമ്മുടെ മക്കളെയും കുടുംബത്തെയും ദിവ്യകാരുനാഥന് മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ക്രിസ്മസിന്റെ എല്ലാ കൃപകൾക്കും വേണ്ടി ആശീർവാദത്തിന്റെ സമയത്ത് ചോദിച്ച് വാങ്ങിച്ച് പ്രാർത്ഥി മക്കളെ. ഈശോ അതെല്ലാം തന്നെ നമ്മളെ അനുഗ്രഹിക്കും. ഈശോയെ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷും തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ക്രിസ്മസിന്റെ പുണ്യദിനത്തില് അങ്ങയുടെ കൃപയും സമാധാനവും ജീവന സമൃദ്ധിയും ഈ ആശീർവാദത്തിലൂടെ അങ്ങയുടെ മക്കളിലേക്ക്, ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവരെ പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളിലേക്കും ഓരോ മക്കളിലേക്കും ചൊരിഞ്ഞുകൊണ്ട് ക്രിസ്മസിന്റെ സമാധാനം കർത്താവേ മക്കളിലും ഇവരുടെ കുടുംബത്തിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾ അങ്ങ് സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ സുദിനത്തില് അങ്ങയുടെ വചനത്തോട് ചേർന്ന് അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ക്രിസ്മസിൽ അങ്ങ് ചൊരിഞ്ഞു നൽകുന്ന കൃപകളും അനുഗ്രഹം നിറച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ.